അതുപോലെ തന്നെ ഞാൻ പിന്നീട് കൃപകൾക്ക് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതായത് ഞാൻ ജപമാല റാലിക്ക് ശേഷം ഭൗതിക നേട്ടങ്ങൾക്കായി ഒന്നും പ്രാർത്ഥിച്ചില്ല. കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എൻ്റെ ഈശോ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. എനിക്ക് നല്ല മടിയായിരുന്നു പത്രം കൊടുക്കാൻ. അതായത് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ചീത്ത കേൾക്കാറുണ്ടായതുകൊണ്ട് എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്കിലും ഞാൻ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷേ പത്രങ്ങൾ കൊടുത്തതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ വായ കൊണ്ടായിരിക്കും ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവുക. എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആൾക്കാർ എൻ്റെ അടുത്ത് വെരി ഗുഡ്, ഗ്രേറ്റ്, എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ് പറയുമ്പോൾ അങ്ങനെ എനിക്ക് മറുപടി തരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. കാരണം ബോർഡിൽ ചോക്ക് പിടിച്ച് ഒന്നും എഴുതാനായിട്ട് അറിയാതിരുന്ന എൻ്റെ മെറിറ്റ് 0 അവിടെ. അതുപോലെ എക്സാമിന് 2 പാഠം മാത്രം പഠിച്ചു പോയി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെറിറ്റ് 0 അവിടെ ഗ്രേസ് മാത്രമേ എനിക്ക് അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാനാണ് ആ സിറ്റുവേഷനിൽ ഇവിടെ കടന്നു